ബാങ്ക് തട്ടിപ്പ് കേസിൽ വ്യവസായി അനിൽ അംബാനിക്ക് വീണ്ടും ഇ സമൻസ്. ഡൽഹിയിലെ ഓഫീസിൽ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം. ഇന്നലെ 9 മണിക്കൂറിലധികം അനിൽ അംബാനിയെ ചോദ്യം ചെയ്തിരുന്നു. വിഷ്ണുപ്രസാദ് ചേരുന്നു വിശദാംശങ്ങളുമായി. വിഷ്ണുപ്രസാദ്, ഗുഡ് മോർണിംഗ്. ചോദ്യം ചെയ്യൽ എങ്ങനെയാണ് ഇനി പുരോഗമിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും എങ്ങനെയായിരിക്കും ഭാവിയിൽ ഉണ്ടാവുക? മോത്തി, എന്തായാലും അനിൽ അംബാനിയെ സംബന്ധിച്ചിടത്തോളം 40,000 കോടി രൂപയുടെ ബാങ്ക് തട്ടിപ്പ് കേസ് ഇപ്പോൾ വലിയ തലവേദനയായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. CBI, ED അന്വേഷണ ഏജൻസികൾ ഒരേ സമയം അനിൽ അംബാനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ആയിരുന്നു രണ്ടാമതും അനിൽ അംബാനിയെ ചോദ്യം ചെയ്യാൻ ED വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യഘട്ട ചോദ്യം ചെയ്യൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ നടന്നിരുന്നു. തുടർന്ന് ഇന്നലെ വീണ്ടും സമൻസ് നൽകി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെടുകയും രാവിലെ 10 മണിയോടുകൂടി ചോദ്യം ചെയ്യലിന് ഹാജരായ അനിൽ അംബാനി പിന്നീട് ഡൽഹിയിലെ ED ആസ്ഥാനത്ത് നിന്ന് മടങ്ങുന്നത് രാത്രി 8:30-ക്കാണ്. ഇന്നിപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് അനിൽ അംബാനിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 40,000 കോടി രൂപയുടെ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് അനിൽ അംബാനിയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത് കൂടാതെ പുതിയൊരു കേസും ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്നലെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ രജിസ്റ്റർ ചെയ്ത 40,000 കോടി രൂപയുടെ ബാങ്ക് വായ്പാ തട്ടിപ്പ് SBIയുടെ നേതൃത്വത്തിലുള്ള ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്ന് എടുത്ത ലോൺ തുക സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ പുതുതായി ഒരു ബാങ്ക് വായ്പാ തട്ടിപ്പ് കൂടി അനിൽ അംബാനിക്കെതിരെ ചുമത്തിയിരിക്കുകയാണ്.